ഹലോ വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇത് നൈറ്റി പീസ് വെച്ചിട്ട് ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ നൈറ്റി പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3 മീറ്റർ തന്നെ ഉണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ഡിസൈനൊന്നുമില്ല, പ്ലെയിനായിട്ട് നിൽക്കുന്നതാണ്. 2 സൈഡിലും ആണ് ഡിസൈൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം തന്നെ മടക്കിയിടാം കേട്ടോ. സാധാരണ നമ്മൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കണ മടക്കിയിടുന്ന രീതിയിൽ തന്നെയുണ്ട് ഇതും മടക്കിയിടുന്നത്. ഏകദേശം ഈ ഒരു രീതിയിലാണ് കേട്ടോ മടക്കിയിട്ടേക്കണത്. ഈ സാധാരണ നമ്മൾ നൈറ്റി പീസിന് കട്ട് ചെയ്യാനിടുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ ഈ ജോയിൻ ഭാഗം നമ്മുടെ ഭാഗത്തേക്കും തേരുവശമുള്ള ഈ ഭാഗം അപ്പുറത്തെ വശത്തേക്കാണ് ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു 10 ഇഞ്ചത്തോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ നമുക്ക് സ്ലീവ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് മാർക്ക് ചെയ്ത് മാറ്റണത്. ബാക്കി ലെങ്ത്താണ് കേട്ടോ ഞാൻ ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. ആ ഭാഗത്താണ് കേട്ടോ ഞാൻ ടോപ്പ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം സ്ലീവിൽ ജോയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനതങ്ങനെ മാറ്റി വെച്ചിട്ട് എടുത്തത്. ഒരു 47 ലെങ്ത്ത് എടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഷോൾഡർ 7, അതുപോലെ ആം ഹോളും 7 എടുത്ത് കൊടുക്കുന്നത്. 7 എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചെസ്റ്റ് ഭാഗം ഞാനിവിടെ എടുത്ത് കൊടുത്തേക്കണത് 14 കേട്ടോ ഞാൻ എടുത്ത് കൊടുക്കുന്നത്. 14, 13 മതിയാവും. അപ്പം ഞാനിവിടെ 13 എടുത്ത് കൊടുത്തേക്കണത്. പിന്നെ നമ്മുടെ ഷേപ്പിൻ്റെ ഇറക്കം ഞാൻ എടുത്ത് കൊടുത്തേക്കണത് 15 കേട്ടോ. അത് ഓരോരുത്തർക്കും ഒരേ വ്യത്യാസങ്ങളും ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഷേപ്പിൻ്റെ ഭാഗത്ത് ഞാൻ അകലം എടുത്തേക്കണത് 10 കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനായിട്ടോ. അതിനുശേഷം നമ്മുടെ ഷേപ്പ് അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എ ലൈൻ ടോപ്പാണല്ലോ, എ ലൈൻ ടോപ്പിന് ഈ ഭാഗത്തേക്ക് വീതി കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അത് ആ ഒരു ഭാഗത്തെ ലെങ്ത്ത് ഞാനിവിടെ 21 എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിത്ത് ഞാനിവിടെ ഒരു 15 ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു ഷേപ്പിൽ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുക. നമ്മൾ സാധാരണ നൈറ്റിക്കൊക്കെ മാർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ചുരിദാർ ഷേപ്പ് നൈറ്റിയുടെ മാർക്കിങ് പോലെ തന്നെയാണ്. പിന്നെ ഞാനിവിടെ നിന്ന് അടിയിൽ നിന്നിട്ട് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യൂല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കട്ട് ചെയ്തെടുക്കുള്ളൂ. കട്ട് ചെയ്തിട്ട് അടിഭാഗം അടിക്കുന്ന രീതി ആ സമയത്ത് മാത്രമേ അടിക്കുള്ളൂ. പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു കർവായിട്ട് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നെക്കാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത്. അതിനായിട്ട് നെക്കിൻ്റെ അകലം 2.25 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2.25. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ഒരു 5.25 അല്ലെങ്കിൽ 6 അത്രയും ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 6 കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് കേട്ടോ, ഇറക്കവും അകലവുമാണ്. ബാക്ക് നെക്കിലും നമ്മൾ അകലം 2.25 തന്നെ എടുക്കുന്നുണ്ടെങ്കിലും ഇറക്കം ഞാൻ ഇത്ര എടുക്കില്ല കേട്ടോ. ഒരു 3.5 ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ഈ ഒരു ബോക്സായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യണത്. കാരണം നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണില്ല, അത് ഞാനിപ്പോൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ്, ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഹോള് ഞാനിവിടെ ഒരു 1/2 ഇഞ്ചോളം ഞാൻ കുഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
പിന്നെ ഞാൻ ഈ ഒരു ഭാഗം ഇപ്പോൾ കട്ട് ചെയ്യണില്ല. നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ സ്ലീവിൻ്റെ പീസാണ് കേട്ടോ. നമ്മൾ 10 ഇഞ്ച് ലെങ്ത്തിൽ മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഒരു പീസാണ് കേട്ടോ ഈ ഭാഗം. ഇപ്പം സ്ലീവിൽ ജോയിൻ പീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പീസ് മാറ്റി വെച്ചിരുന്നത്. അപ്പം ഞാൻ അതിന് സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തായിട്ട് ഒരു 10 എടുക്കുന്നുണ്ട്. 10 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആ ഭാഗത്ത് നിന്ന് ഞാൻ ഇവിടുത്തെ ഒരു 3 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്താണ് കേട്ടോ ഈ 3 ഇറക്കി ഞാനിതുപോലെ കട്ട് ചെയ്ത് ഇറക്കി മാർക്ക് ചെയ്തേക്കണത്. അതൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 കേട്ടോ ഞാൻ ഈ ഭാഗം എടുത്തെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 16 ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഒരു 7 അല്ലെങ്കിൽ 8 ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ ഒന്ന് ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ നെക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പീസ് എടുക്കേണ്ടത്. ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ബാക്ക് കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ വെറുതെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ക്യാൻവാസിൽ മാർക്ക് ചെയ്തിട്ട് അത് ഈ ഭാഗത്ത് നിന്നുള്ള ഈ പീസിലേക്ക് അയൺ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ, എടുക്കും. അപ്പം ഞാനത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ഒരു 4 പീസാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കണത്. അപ്പോൾ അതിനുള്ള പീസാണിത്. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് നെക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രോസ് പീസ് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒറ്റ പീസ് മതി കേട്ടോ. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാൻവാസ്. അത് ഞാൻ ഇതിലേക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പീസ് ജോയിൻ ചെയ്ത് അടിച്ചത് പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മൊത്തം ലെങ്ത്ത് എടുത്തേക്കണത് ഞാൻ ക്യാൻവാസിൽ എടുത്തേക്കണ ലെങ്ത്ത് 15 കേട്ടോ. അതുപോലെ തന്നെ വിത്ത് നമ്മുടെ നെക്കിൻ്റെ വിത്താണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിത്ത് ഒരു 2.25. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 5.25 എടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരികു ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രണ്ട് പീസിലേക്ക് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശം ഇതുപോലെ ഇട്ടിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഈ പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ നീക്കി നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെറിയൊരു ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കട്ടെ. അപ്പം നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണത്. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടത് ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മറിച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കേട്ടോ നമ്മളിത് പതിച്ചടിക്കാൻ പാടുള്ളൂ. ഇത് ലെവലൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അതുപോലെ തന്നെ അടിഭാഗത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒട്ടും വളവില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ അതേ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ നെക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുത്ത് ഒന്നുകൂടിയും ഭംഗിയൊക്കെ ആക്കണമെങ്കിൽ ഭംഗിയായിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ക്രോസ് പീസ് ഒന്ന് മടക്കി ഇതുപോലെ നല്ല വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ടിങ്ങൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ഷോൾഡർ ഇതുപോലെ പതിച്ചാണ് നമ്മൾ അടിക്കുന്നത്. അതിക്ക് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ക്രോസ് പീസിൻ്റെ ഈ ഭാഗത്തോട്ട് വെക്കാൻ. അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ സ്ലീവും വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ പതിച്ചാണ് നമ്മളിവിടെ ബാക്ക് ക്രോസ് പീസ് പതിച്ചടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ സ്ലീവൊക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്കൊക്കെ ഒന്ന് പതിച്ചൊക്കെ അടിച്ച് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്ലീവ് കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്ക് ഇതുപോലെ ഒന്ന് അകലത്തിൽ പതിച്ചടിക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ അടിഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇവിടെ 3 ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മളിതുപോലെ ഒരു കർവ് രീതിയിൽ ഇതുപോലെ ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അടിഭാഗത്ത് ടോപ്പിൻ്റെ. അപ്പോൾ ആ ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അത്രയും പീസ് നമ്മളിവിടെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഫൈനലായിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.